Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത മാധ്യമ സൃഷ്ടിയെന്ന DCC പ്രസിഡന്റ് VS ജോയ്. ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും VS ജോയ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം മുക്കട്ട വലിയ ജുമാ മസ്ജിദിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും ജോയ് പറഞ്ഞു. ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ്. പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ച, ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പിതൃതുല്യൻ തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ്. പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കൈവിട്ടു പോയ UDFന്റെ ഉരുക്കുകോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെയും പ്രകാശ് ഏട്ടൻ്റെയും അന്തിമാഭിലാഷം. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരിക. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായി, ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. ആര്യ സ്ഥാനാർത്ഥി എന്നതല്ല, നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു. താനായാലും VS ജോയി ആയാലും നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിച്ചിരുന്നതെന്നും ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു. എന്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ VV പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തിയും എൻ്റെ ദൗർബല്യവും ഒക്കെ എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം, ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റ അഭിലാഷം ഉണ്ടായിരുന്നുള്ളൂ. അതാര് എന്നല്ല, ഞാൻ എന്നല്ല, ആരായാലും, അത് ഞാനായാലും ജോയി ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക, നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു, ഞങ്ങളൊക്കെ വിചാരിക്കുന്നു. സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ രാത്രിയോടെ എത്തിയതിനാലാണ് ഇന്ന് രാവിലെ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അനുഗ്രഹം തേടിയത്. ഏറെ വികാരാധീതനായാണ് ഷൗക്കത്ത് ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, DCC അംഗം ഗോപിനാഥ് ഉൾപ്പെടെ നിരവധി UDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഖബറിടത്തിലെത്തിയിരുന്നു. തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിലെത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടി. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്ന പ്രചാരണത്തിനിടയിൽ VS ജോയും ആര്യാടൻ ഷൗക്കത്തും ഒന്നിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് UDF കേന്ദ്രങ്ങളിൽ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിയിൽ വീണ്ടും ആരവം ഉയരുകയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ അസാന്നിധ്യത്തിലും ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകളിൽ ആവേശഭരിതരായാണ് പ്രവർത്തകരും നേതാക്കളും. രണ്ടാം ഊഴത്തിൽ വിജയം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും UDFും ലക്ഷ്യം വെക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.